ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു അടിപൊളി ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് മധുരം കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ എങ്ങനെ പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കണം. 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ 2 അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് നെയ്യിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നേരം തന്നെ നെയ്യിലിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണക്കം മാറി ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ലിറ്ററിൻ്റെ ഫുൾ ഫാറ്റ് പാലാണ്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനൊരു കൈപ്പിടി ബിരിയാണി അരി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചവ്വരി വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഇടുന്നുള്ളൂ. ഒരിക്കലും പായസം അടച്ചു വെച്ച് വേവിക്കരുത്. തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേവിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പായസം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക എന്നാണ്. ഞാനൊരല്പം നേരം ഇളക്കി കൊടുക്കാതെ ഇരുന്നപ്പോൾ പാടയൊക്കെ കിട്ടിയിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട മെയിൻ സാധനമാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഒരു 2.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മധുരം ഏകദേശം പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചപ്പോൾ മധുരം പാകത്തിനായി. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഏതൊരു ഐറ്റം ഉണ്ടാക്കുമ്പോഴും ഇടുന്ന സാധനമാണ് ഉപ്പ്. അപ്പോൾ നമുക്കിതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തണുപ്പൊക്കെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും കൂടി വറുത്ത് കോരിയിട്ട് കഴിഞ്ഞാൽ പായസം റെഡിയായി. പായസം ഉണ്ടാക്കിയ പാടെ കുടിക്കണേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഒന്ന് ഇരുത്തം വന്നിട്ടാണ്. ഇരുത്തം വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം കഴിക്കണേക്കാൾ ടേസ്റ്റ് അല്ലേ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ, അതേപോലെ. അപ്പോൾ ഞാൻ നല്ല ചൂടാറി തണുത്ത ശേഷമാണ് പായസം കുടിച്ചത്. നല്ല രസമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗും ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.